റേഷൻ കടയിൽ പോണ പോലെ വന്നേക്കുണ്ട്. എല്ലാവർക്കും ഇതിനും കളിത്തമാശയാണ്. ട്രിപ്പിന് പോണ ലുക്കാണ് അത്. നിനക്ക് കൈമീശി അടക്കാനല്ലേ? അശോകം വന്നു, ശശി എത്തിയില്ലല്ലോ. ശശി വന്നില്ലേ? ട്രെയിൻ മിസ് ആവൂട്ടാ, നമ്മൾ ലേറ്റ് ആണെന്ന്. നീ വിളിച്ചു ഒന്നുകൂടി വിളിച്ചേ. കിറ്റെക്സ് ഡിസയർ കൊള്ളാലോ. ആ കൊള്ളാവുന്ന ബാഗാ മേടിച്ചു. പിന്നെ ഈ കിറ്റൂടെ എടുത്ത് അത് വേണ്ട. ഈ സാധനം അകത്തേക്ക് കയറി കഴിഞ്ഞാലേ നിനക്കൊരു തോന്നലുണ്ടാവും ഇതിന്റെ അകത്ത് സാധനങ്ങൾ മുഴുവൻ നിന്റെ ഇടുന്നത്. അത് ശരിയാവില്ല. നീ വേണം വിളിച്ചാടാ. അശോക ചെറുക്കന. ആ ഒരു പണി, ദേ ഈ ബാഗിനോട് ഫ്രീ കിട്ടിയതാ. നിന്റെ കവറിന്റെ അകത്ത് കിട്ടും. കിട്ടിയാ? ഇല്ല, നാം സ്വിച്ച് ഓഫ് ആണ് എന്നത്തെ പോലെ. ഇതവന്റെ സ്ഥിരം ഏർപ്പാടാക്കും. ഇനി ഞാൻ അവന്റെ വീട്ടിൽ പോയി ഞാൻ വിളിച്ചേ. ലാൻഡ് ലൈൻ നമ്പർ ഉണ്ടാവും. ആ വിളിച്ചു. കഴിഞ്ഞ ട്രിപ്പ് വിളിഞ്ഞു പോയി ഓർമ്മയുണ്ടല്ലോ. വിളി 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 പെട്ടെന്ന് വിളി പെട്ടെന്ന് വിളി. ഇറങ്ങിയുണ്ട്. ഹലോ, ശശി ഇല്ലേ? ആ ഉണ്ട്. അതെ, നിങ്ങൾക്കാ. രാജേന്ദ്രനായിരിക്കും. ആ പെൻഷന്റെ കാര്യം പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ ആ പേനയും എടുത്ത് പറയൂ. എടാ മാങ്ങാണ്ടി മോറ. എടാ മാങ്ങാണ്ടി മോനെ, ഞാൻ അച്ഛൻ ശശി. ഫോണിന്റെ അറ്റത്ത് അവന്റെ അച്ഛൻ വല്ലാണല്ലേ വിറ്റായിരിക്കും. അയ്യോ, നീ കാരണം ഈ ട്രിപ്പ് തുടങ്ങിയാലുണ്ടല്ലോ. ഹലോ ഹലോ, എടാ അവൻ കട്ട് ചെയ്താ ഫോൺ. ആരാ ഫോൺ എടുത്ത്? അവന്റെ അമ്മ. എന്നിട്ട് ശശിക്ക് ഫോൺ കൊടുക്കാൻ പറഞ്ഞ് നല്ല ചെവിക്കല്ല് ഉടനെ തെറി വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് അവൻ എന്ത് പറഞ്ഞു? കുത്തിപ്പോകാൻ കാരണം ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല അവൻ. ഓക്കെ കൺഫേം. നമുക്ക് പോവാം. അപ്പൊ അവന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതെ, രാജേന്ദ്രൻ എന്താ പറഞ്ഞേ? ട്രഷറിന്ന് രാജേന്ദ്രൻ എന്താ പറഞ്ഞേ? പ്രഷറിന്റെ ഗുളിക എടുത്തേ. അല്ല, പെൻഷന്റെ കാര്യം. എന്നെ ടെൻഷൻ അടിപ്പിക്കാനൊന്ന് പോവോ? ഇങ്ങേരെ കൊണ്ട് നിന്റെ ചെറുക്കനോടാ ഫോണൊന്നും ഓണാക്കാൻ പറ. വേണോ? ചെറുക്കന്റെ കൂട്ടുകാരല്ലേ? അവൻ എന്നെയാണ് എല്ലാ കാര്യവും പറഞ്ഞേപ്പിച്ചിരിക്കുന്നത് കേട്ടോ. എന്താവശ്യമുണ്ടെങ്കിലും അവനെ വിളിക്കണം. സ്വന്തം വീട് പോലെ കാണണേ. അത് കേട്ടാ മതി. ഞാൻ വന്നതേ മക്കളെ, അപ്പുറത്ത് ബോസിന് സോഡ വേണമെന്ന്. സോഡ തീർന്നു പോയി. അയ്യോ, ഇവിടെ 2 സോഡ ഉള്ളല്ലോ ഏട്ടാ. ആണോ? ആ, ഇവിടെ 2 സോഡ ഉണ്ടായിരുന്നാ? എങ്കിൽ പിന്നെ ഒരെണ്ണം ചേട്ടൻ എടുത്തോട്ടെ. ആണോ? ഞാനൊരു പയ്യനെ സോഡ മേടിക്കാൻ വിട്ടിട്ടുണ്ട് കേട്ടോ. അവൻ വരുമ്പോൾ ഞാൻ എത്തിക്കാം. മാമനോടും തോന്നല്ലേ കേട്ടോ. ജ്യൂസ് കുടിക്കുന്ന നീ ആരോട് ചോദിച്ചിട്ടാ സോഡ എടുത്തോളാൻ പറഞ്ഞു? ആ സോഡ അധികം പറ്റായിരുന്നില്ലേ? ആര് പറഞ്ഞു? ഇനി ആ സോഡ വരുന്നവരെ ചിക്കനെ തൊടാൻ പാടില്ല. കപ്പലിന് മാത്രം കയറ്റിയാൽ മതി. എന്താടാ? അതങ്ങനെ. ഉദാഹരണത്തിന് ഇങ്ങനൊരു സിറ്റുവേഷൻ ആണെന്ന് വിചാരിച്ചു. താനാണ് എൻ്റെ ക്ലയൻറ്റ്. ഇങ്ങോട്ട് നോക്ക് സാർ. ഇത് സാറിൻ്റെ കുടുംബമാണെന്ന് വിചാരിക്കാം. ഓക്കെ, സാറാ കൈ ഒന്ന് ഇട്ടിക്കേ. ഇപ്പോൾ സാറിന്റെ കൈകളിൽ സാറിന്റെ കുടുംബം സുരക്ഷിതമാണ് അല്ലേ? സുരക്ഷിതമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാർ നമ്മുടെ കമ്പനിയുടെ സിന്ദഗി നാമിലേക്ക് ദോബാര ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കാൻ തീരുമാനിക്കുന്നത്. പ്രതിഭ ഒന്ന് ഇതിന്റെ മേളിങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്ത ജസ്റ്റ്. ഇതാണ് സാർ എടുത്ത പോളിസി. അങ്ങനെ ഇരിക്കെ പെട്ടെന്നാണ് സാറിന് സംഭവിക്കുന്നത്. സാറിന്റെ കുടുംബം എവിടെ? പേടിക്കണ്ട, ഒട്ടും പേടിക്കണ്ട. നമ്മുടെ കമ്പനിയുടെ കൈകളിൽ സാറിന്റെ കുടുംബത്തിന്റെ ഭാവി സുരക്ഷിതം, സേഫ്. അപ്പോൾ സാറിന്റെ ഇല്ലായ്മയിൽ സാറിന്റെ കുടുംബത്തിന് മനസ്സിലാവും അന്ന് സാർ ആ ഇൻഷുറൻസ് എടുക്കാൻ കാണിച്ച തീരുമാനം വളരെ സുപ്രധാനപ്പെട്ട ഒന്നായിരുന്നു. ഇല്ലേ? ഇങ്ങനെ വേണം ആൾക്കാരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ. ഇപ്പോഴാണ് എനിക്ക് ടെക്നിക്ക് മനസ്സിലായത്. അപ്പൊ കുപ്പിയായിട്ട് പോയ പോളിസി സെറ്റ്. ഇത്രേ ഉള്ളൂ സാർ. അതിനുള്ള മറുപടി സാർ കൊടുക്കും, ഞാൻ കൊടുക്കണോ? ഇവിടെ ഒന്ന് പറഞ്ഞു കൊടുക്കണോ? ഇവിടെ കുപ്പി മാത്രം കൊണ്ടിട്ട് എന്താടോ കാര്യം? ഗ്ലാസ് അല്ലേ മെയിൻ. എന്നല്ല നീ കയ്യിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ അവർക്ക്. ഗ്ലാസ് ആ വീട്ടിൽ ചോദിച്ചാൽ പോരടോ. ഓടിച്ച് ഞങ്ങളുടെ ഇറക്കണം. എന്നിട്ട് ഒരു ഗ്ലാസ് തന്നില്ലെങ്കിലും ഒരു ഗ്ലാസ് പോലും ചോദിച്ചിട്ട് തരാത്ത വീട്ടിൽ പോളിസി കൊടുക്കണ്ട. കണ്ട സാർ, ഒരു വീട്ടിൽ പോയി ഇൻഷുറൻസ് കൊടുക്കണ്ടെന്ന്. ഞാൻ ഗ്ലാസ് കൊണ്ടേക്കോട്ടെ സാറേ, എനിക്ക് ഒരു സീനും ഇല്ല. രാജ, എന്തുണ്ട് വിശേഷം? ഞാൻ പെട്ടെന്ന് കണ്ടില്ല. എത്ര കാലം കണ്ടിട്ട്? നീ അങ്ങ് തടിച്ചു കേട്ടോ. അയ്യോ, ഡോക്ടറെ കാണാൻ വന്നായിരിക്കും. അതെ അതെ അതെ. അതിന്റെ ടോക്കൺ എത്രയാണ്? എന്റെ എന്തിനാ ടോക്കൺ കാണിക്കും? എത്ര? 34. എന്റെ ടോക്കൺ പിടിക്കും. 7 ആണ്. 7. എനിക്ക് ധൃതിയൊന്നുമില്ല. നിങ്ങളൊക്കെ അല്ലേ തിരക്കിന്റെ ആൾക്കാർ. നീ ആളാകെ അങ്ങ് മാറിപ്പോയല്ലോ. മക്കളെ നീ കേക്കണം, സൈക്കോ രാജൻ. ചുമ്മാ പിള്ളേരോട് ആലോചിച്ചൊക്കെ പറയാം. എന്റെ പൊന്നടാവേ, ഇവനെ കണക്കൊരു സൈക്കോ നമ്മുടെ നാട്ടിൽ വേറെ ഇല്ല. ഇവന്റെ കലാപരിപാടി എന്നാന്നറിയോ? ഇലക്ട്രിക് കമ്പിയിൽ ഊഞ്ഞാലാടുക, ഷർട്ടയിൽ സ്കെച്ച് പെന്നിന് വരച്ച പെങ്ങടെ കൊച്ചിനെ പെയിന്റ് പട്ട മുക്കുക,
ആ വക പരിപാടിയായിരുന്നു. സ്കൂളിൽ കിടന്ന കാര്യം പറയട്ടെ. പിള്ളേര് കേക്കട്ടാ. ഗുരുത്വാകർഷണം പഠിപ്പിച്ച സാറിന് സ്കൂളിന്റെ മണ്ടയിൽ നിന്ന് തള്ളി താഴെട്ടു. എന്തിനാ പഠിപ്പിച്ച സത്യമാണോന്ന് അറിയാൻ. ചുമ്മാ ഇവിടെ കിടന്ന് ബഹളം വെക്കല്ലേ, ഇത് ഹോസ്പിറ്റലാണ്. ചുമ്മാ ഇതേ പിന്നെ മാറ്റം. ഭാര്യ പ്രസവിച്ചപ്പോ ലേബർ റൂമിൽ പടക്കം പിടിച്ചവനാ. പേടിച്ചില്ലേ? ചെറുതായിട്ട്. ഞാനാകെ മാറിയടാ വെറുതെ. എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ, നീ ഇത്ര പഞ്ഞ പാവമായി പോയല്ലോ നീ. അല്ല, നീ എന്തിനാടാ ഹോസ്പിറ്റലിലേക്ക് വന്ന്? എന്റെ ഈ ഇടതുവശത്തെ പല്ലിന് ചെറിയൊരു ആട്ടം. ചിക്കൻ ഒന്നും തിന്നാൻ പറ്റുന്നില്ല. ഏതാണ് പല്ല്? ഈ പല്ല പല്ല് പല്ല് കിടക്കുന്നുണ്ട്. നീ ഏതെങ്കിലും പല്ല് പറിക്കാനുണ്ടോ? ഇതിപ്പോ ലാഭമായല്ലോ. ഇനി നിനക്ക് ടോക്കൺ എന്തിനാ? ഞാൻ പിടിച്ചോ, എന്നാ എന്റെ ടോക്കൺ. ആക്ക് നല്ല മാറ്റം ഉണ്ടല്ലേ. എടാ, ഈ വീട്ടുകാരൊക്കെ പറയുന്ന പോലെ അല്ലടാ, ഞാൻ ശരിക്കും നോർമലാണ് സത്യത്തിൽ. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ല ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ഫോണിൽ കളിക്കരുത്. ഇപ്പോൾ സംഭവിച്ചപ്പോൾ സന്തോഷമായല്ലോ. എന്തുകൊണ്ടാ നോക്കുന്നേ? കിണർ കണ്ടിട്ട് വല്ലതും തോന്നുന്നുണ്ടോ? വെള്ളമൊക്കെ കലയിൽ കിടക്കുമില്ലേ, ഇനി ഒന്ന് വറ്റിക്കണം. നല്ല ആഴമുള്ള കിണറാണ്. കഴിഞ്ഞ വല്ല സുഗുണനാ മൊത്തം വറ്റിച്ച് ആക്കിയത്. അടിയിൽ ശ്വാസം കിട്ടാതെ ഇടം ചാവുമായിരുന്നു. അപ്പോൾ അടിയിലോട്ട് ആരെങ്കിലും ഒരാളെ വിട്ടു കഴിഞ്ഞാൽ സുഗണ്ണനും മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരു കൂട്ടാവും ഇല്ലയോ? നല്ല തീരുമാനം. സുഗുണോ, ഒരാളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ. രണ്ടുപേരും എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞു നോക്കി ഇരിക്കും.